നമസ്കാരം, STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF പാലക്കാട് ജില്ലയിൽ മികച്ച മുന്നേറ്റം നടത്തുമെന്ന് CPM ജില്ലാ സെക്രട്ടറി അംഗം MR മുരളി. സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഷൊർണൂരിൽ ഭരണ തുടർച്ച ഉറപ്പെന്നും MR മുരളി. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ പാലക്കാട് ജില്ലയിൽ അവശേഷിക്കുന്നത് 10,161 സ്ഥാനാർത്ഥികൾ. പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ചിലയിടത്ത് മുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രികയും തള്ളി. പിൻവലിക്കാനുള്ള സമയം തിങ്കളാഴ്ച പിന്നിടുന്നതോടെ അന്തിമ ചിത്രം വ്യക്തമാകും. ഇന്നിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന് എഴുത്തുകാരൻ PR നാഥൻ. നാളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിൽ അർത്ഥമില്ല. കുളപ്പുള്ളിയിൽ സത്യസായി 100ാം ജയന്തി ആഘോഷം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പിന്നോക്ക വിഭാഗങ്ങളെ എന്നും ചൂഷണം ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് കേരള പാണൻ സമുദായം സംസ്ഥാന പ്രസിഡന്റ് PN സുകുമാരൻ. ആനുകൂല്യങ്ങൾക്കായി യോജിച്ച പോരാട്ടം അനിവാര്യം. പാലക്കാട്ടെ AKPS കൺവെൻഷൻ. ഓർമ്മയിൽ മേഘനാഥൻ. 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് അശോകപുരത്ത് നടന്ന അനുസ്മരണം വൈകാരിക വേദിയായി. ഭാവന മുത്തപ്പൻകാവ് ഏർപ്പെടുത്തിയ പ്രഥമ മേഘനാഥൻ അവാർഡുകൾ സമർപ്പിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ LDF കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം നേടുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി. സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഷൊർണൂരിൽ മികച്ച വിജയം നേടി LDF ഭരണ തുടർച്ചയിൽ എത്തുമെന്നും MR മുരളി STVയോട് സംസാരിക്കവേ പറഞ്ഞു. മികച്ച പ്രവർത്തനമാണ് LDF തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം LDFനുണ്ടാകും. അതിനു കാരണം 5 വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണെന്നും MR മുരളി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ പോകണം ജില്ലയിലെ ഷൊർണൂരിലെ അവസ്ഥ? പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല തിളക്കമാർന്ന വിജയം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടും. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തേക്കാളും മികച്ച വിജയമായിരിക്കും ഇത്തവണ LDF നേടുക. അതിൻ്റെ കാരണം ഈ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിവരണാതീതമായിട്ടുള്ള എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളുമാണ്. LDFൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളും ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ പദ്ധതിയെയും വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഷൊർണൂരിൽ എടുത്തു പറയത്തക്ക ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് LDF നടപ്പാക്കിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം നേടി ഷൊർണൂരിൽ LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്നും MR മുരളി STVയോട് പറഞ്ഞു. ഷൊർണൂർ നഗരസഭ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയായി മാറിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നേട്ടം മാലിന്യ സംസ്കരണ രംഗത്തുണ്ടായിട്ടുള്ള നൂതനമായ പദ്ധതിയാണ്. മാലിന്യ പ്രശ്നം ഷൊർണൂരിൻ്റെ വലിയ തലവേദനയായിരുന്നു ഒരു കാലത്ത്. ആ പ്രശ്നത്തെയാണ് വളരെ ഭംഗിയായി പരിഹരിച്ചത്. ഇന്ന് മാലിന്യം ഷൊർണൂരിനൊരു തലവേദനയേ അല്ല, ഒരു പ്രശ്നമേ അല്ല എന്ന നില വന്നു. അക്കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും മികച്ച നഗരസഭയായിട്ട് ഷൊർണൂർ മാറി. അതിദാരിദ്ര്യ മുക്തമായി കേരളം മാറിയപ്പോൾ അതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഷൊർണൂർ അതിദാരിദ്ര്യമുക്തമായി മാറി. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പിന്നോക്കക്കാരെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അഖില കേരള പാണൻ സമുദായ സംസ്ഥാന പ്രസിഡന്റ് PN സുകുമാരൻ. പാലക്കാട്ടെ AKPS ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PN സുകുമാരൻ. പാണൻ സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്കക്കാർക്ക് അർഹമായതും അർഹതപ്പെട്ടതും ലഭിച്ചോ എന്നും എന്തുകൊണ്ട് കിട്ടിയില്ലെന്നും സമുദായാംഗങ്ങൾ ചിന്തിക്കണമെന്നും PN സുകുമാരൻ ചൂണ്ടിക്കാട്ടി. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ വാഗ്ദാനം നൽകി പിന്നോക്ക വിഭാഗക്കാരെ ചൂഷണം ചെയ്യുകയാണ്. സാമൂഹിക അവസ്ഥയിലുണ്ടായ പുരോഗതിയും വികസനവും പിന്നോക്കക്കാരിൽ എത്തിയിട്ടില്ല. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ വാഗ്ദാനങ്ങൾ വാഗ്ദാനം മാത്രമായി അവശേഷിക്കുകയാണെന്നും PN സുകുമാരൻ പറഞ്ഞു. ഈ സമുദായത്തിന് പാലക്കാട് ജില്ലയിൽ തൊഴിലുണർത്ത് പാട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊഴിലുണർത്ത് പാട്ടിന്റെ ഈറ്റില്ലമാണ് പാലക്കാട് ജില്ല നമ്മുടെ സമുദായം ഏറ്റെടുത്ത് നടത്തുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പൊറാട്ട് നാടകം. ഈ സമുദായത്തിന്റെ സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞ് പാലക്കാട് ജില്ലയിൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാര്യമാണ് പൊറാട്ട് നാടകം.
ഇനി തുയിലുണർത്ത് പാട്ടിന്റെ ഉത്ഭവത്തിലേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങോട്ടും പോകുന്നില്ല. ഓക്കെ, തുയിലുണർത്ത് പാട്ടിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പാണൻ എന്ന് പറഞ്ഞാൽ, പാൺ എന്ന് പറഞ്ഞാൽ പാട്ട്, പാണൻ എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നവൻ എന്ന് അർത്ഥം. പാണൻ എന്ന വാക്കിന് ഗുണ്ടത്ത് നൽകിയിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് കാസ്റ്റ് ഓഫ് മ്യൂസീഷ്യൻസ്, ആക്ടേഴ്സ് ആൻഡ് പ്ലേയേഴ്സ് എന്നാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ ടി പി കനകദാസ്, ടി ടി സുശീലൻ, ബിന്ദു വാഴമുട്ടം, വി രംഗനാഥ്, പി ഉണ്ണിക്കണ്ണൻ, എൻ ദണ്ഡപാണി, വിജയലക്ഷ്മി മണ്ണാർക്കാട്, സി മുരളീധരൻ, കെ സുരേഷ് ബാബു, പി രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചേലക്കരയിൽ UDF സ്ഥാപിച്ച തെരഞ്ഞെടുപ്പ് ബോർഡുകൾ സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ രാത്രിയിൽ വെങ്ങാനല്ലൂരിലെ 22-ാം വാർഡിലായിരുന്നു സംഭവം നടന്നത്. ഇത് രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമാണെന്ന് UDF സ്ഥാനാർത്ഥി സരിത പ്രഭാകർ പറഞ്ഞു. സംഭവത്തിൽ സ്ഥാനാർത്ഥി ചേലക്കര പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അരുണിൻ്റെ നേതൃത്വത്തിൽ SI-മാരായ ജോളി സെബാസ്റ്റ്യൻ, സലീം, CPO-മാരായ ഷനൂബ്, ഗിരീഷ്, ജയരാജ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ ശ്രമിക്കുമെന്നും ഇനിയൊരു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുമെന്നും അരുൺ അറിയിച്ചു. ഇങ്ങനെ പരാതി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഫ്ലക്സ് കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്ന് മറ്റു അന്വേഷണം മറ്റും നടത്തുന്നുണ്ട്. CCTV മറ്റും പരിശോധിച്ച് ആരെ പ്രതികളെ വെച്ചാൽ നമ്മൾ കണ്ടെത്തി വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ബോർഡുകൾ നശിപ്പിച്ചത് രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമാണെന്ന് UDF സ്ഥാനാർത്ഥി സരിത പ്രഭാകർ പറഞ്ഞു. ഞാൻ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 23 SC സംവരണ വാർഡിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾ ഇന്നലെ ഒരു ഫ്ലെക്സ് ബോർഡിൻ്റെ ഒരു 9:20 ഭർത്താവും പ്രവർത്തകരും കൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പോയി. ഞങ്ങളൊരു 9:45 കഴിഞ്ഞപ്പോഴേക്കും മണ്ഡലം പ്രസിഡന്റ് വിനോദ് വന്തലാടിയുടെ ഒരു ഫോൺ വന്നു, ഞങ്ങളുടെ ഫ്ലെക്സ് ഇവിടെ കത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഞങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും ഫ്ലെക്സ് ആകെ കത്തി നശിച്ചിരുന്നു. തുടർന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് സ്റ്റേഷനിൽ നിന്ന് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവാതിരിക്കാനും സർവകക്ഷി യോഗം വിളിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ചേലക്കര പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് സർവകക്ഷി യോഗം ചേർന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നാളത്തെ ജീവിതത്തെക്കുറിച്ചല്ല ഓർക്കേണ്ടത്, ഇന്നത്തെ ജീവിതം എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന് എഴുത്തുകാരൻ PR നാഥൻ. കിട്ടിയ ജന്മം എങ്ങനെ ഭംഗിയായി ഉപയോഗപ്പെടുത്തണം എന്നതാണ് സത്യസായി ബാബ ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുളപ്പുള്ളിയിൽ സത്യസായി 100ാം ജയന്തി ആഘോഷ പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു PR നാഥൻ. മരിച്ചു കിടക്കുന്നവരെ നോക്കിയിട്ട് ഞാൻ ഭാഗ്യവാന്മാരെന്ന് വിചാരിക്കാറുണ്ട്. കാരണം പിന്നെ അവർക്കൊന്നും അറിയണ്ട. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ കണ്ട ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് വായിക്കാറില്ല. ഈ ലോകത്ത് പുസ്തകങ്ങൾ എത്രയാണ്? ഞാൻ 78 പുസ്തകം കോളേജിൽ പഠിക്കാറുണ്ട് പറഞ്ഞു. ഇതൊക്കെ ആളുകൾക്ക് വായിക്കാനുള്ളതാണ്. ഇപ്പോഴൊരു പുതിയ പുസ്തകം കാണുമ്പോൾ നമ്മൾ വായിക്കാത്ത വല്ലതും ഉണ്ടോ? ഇത് നമുക്ക് തോന്നുകയാണ്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. കുളപ്പുള്ളി ശ്രീ സത്യസായി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സത്യസായി 100ാം ജയന്തി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ നഗരസങ്കീർത്തനം, പതാകവന്ദനം, സഹസ്രനാമാർച്ചന, ഭജന എന്നിവയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. ബാലവികാസ് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ഗാർമെന്റ് പ്രിന്റിംഗ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ PR നാഥൻ വിതരണം ചെയ്തു. സൈക്കാട്രി പേഷ്യൻസിനുള്ള കിറ്റ് വിതരണം ചടങ്ങിൽ MR മുരളി നിർവഹിച്ചു. ഡോക്ടർ ആനന്ദ് മോഹൻ, നിജാനന്ദ സരസ്വതി, ശബരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ വ്യക്തിത്വങ്ങളെ ആദരിക്കലുമുണ്ടായി. നാരായണ സേവ, പ്രസാദൂട്ട്, ഭജന തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പ് സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ പാലക്കാട് ജില്ലയിൽ 10,161 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. തള്ളിയതിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം നാളെ കഴിയുന്നതോടെ ചിത്രം പൂർണ്ണമാകും.
ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി നൽകിയ അപേക്ഷകളിൽ 59 എണ്ണം പരിശോധനാ സമിതി തള്ളി. മതിയായ രേഖകളും മുൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ വരവ് ചെലവ് കണക്കുകളും നൽകാത്തതിനെ തുടർന്നാണ് നോമിനേഷൻ തള്ളിയത്. ചിലയിടങ്ങളിലെ നോമിനേഷനുകൾ ഹിയറിംഗിനായി മാറ്റിവെച്ചിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിൽ 50-51 വാർഡുകളിലെ CPM സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളിയതോടെ ഈ വാർഡുകളിൽ LDFന് സ്ഥാനാർത്ഥിയില്ലാതായി. ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥിയെയും CPM നിർത്തിയിരുന്നില്ല. നെല്ലിയാമ്പതി പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും മണ്ണാർക്കാട് BJP സ്ഥാനാർത്ഥിയുടെയും നാമനിർദ്ദേശ പത്രികകൾ ഇത്തരത്തിൽ തള്ളിയിട്ടുണ്ട്. 7 നഗരസഭകളിലായി 5ഉം 88 പഞ്ചായത്തുകളിലേക്ക് നൽകിയ 7904 പത്രികകളിൽ 44ഉം 924 ബ്ലോക്ക് പഞ്ചായത്ത് നാമനിർദ്ദേശ പത്രികകളിൽ 6ഉം ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിച്ച 158 പത്രികകളിൽ 4ഉം നാമനിർദ്ദേശ പത്രികകൾ പരിശോധനാവേളയിൽ തള്ളി. പിൻവലിക്കാനുള്ള ദിവസം കൂടി കഴിയുന്നതോടെ യഥാർത്ഥ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ CPM പ്രവർത്തകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരുതറോഡ് പഞ്ചായത്തിലെ 4ാം വാർഡായ പടലിക്കാട് റോഡരികിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPM കെട്ടിയ ഓഫീസിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പടലിക്കാട് സ്വദേശി 40 വയസ്സുള്ള ശിവനാണ് മരണപ്പെട്ടത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. നടൻ മേഘനാഥിൻ്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഭാവന മുത്തപ്പൻകാവ് അനുസ്മരണ സംഗമം നടത്തി. കോഴിക്കോട് അശോകപുരം ചേംബർ ഹാളിൽ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അനുസ്മരണ സമ്മേളനം. സമ്മേളനത്തിൽ കവി PK ഗോപി മേഘനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ സുധാകരൻ എടക്കണ്ടി, ശ്രീകുമാർ എന്നിവർ അന്തരിച്ച നടനെ അനുസ്മരിച്ചു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ജീവിത പ്രശ്നങ്ങൾ നേരിടാൻ അവൻ്റെ ആയുസ് മുന്നോട്ട് പോയിട്ടില്ല. എന്നിട്ടും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഈ കാലം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ജീവിത പരാജയം അത്രത്തോളം ആഴമേറിയതാണ്, കഥയില്ലാത്തതാണ് എന്നാണ് ഉത്തരം. അത്ര എനിക്ക് ഉത്തരം പറയാനുള്ളൂ. ആർക്കും ആരോടും തുറന്നു പറയാൻ കഴിയാത്തൊരു കാലം. ആരെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടാ. എൻ്റെ കണ്ണടയുടെ ഈ സൈഡിലെ പൊക്സ് ഒരു ക്യാമറ ആവാം, എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒരു ക്യാമറ ആവാം. ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. M. ബിമൽകുമാർ സ്വാഗതവും ആനന്ദ് കൃഷ്ണപാൽ നന്ദിയും പറഞ്ഞു. പ്രഥമ മേഘനാഥൻ മെമ്മോറിയൽ അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. ചിത്രകാരൻ സുനിൽ അശോകപുരം, നാടകനടൻ വാസുദേവൻ, നരിക്കളി കലാകാരൻ നിഖിൽ ഘോഷ്, അധ്യാപകൻ വത്സരാജ്, തബല മൃദംഗ വിദ്വാൻ സുരേഷ് കളപ്പുരയ്ക്കൽ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേലക്കരയിൽ വാഹനാപകടത്തിൽ വയോധികയ്ക്ക് പരിക്കേറ്റു. ചേലക്കര ബസ് സ്റ്റാൻഡിന് സമീപം ബസ്സുകൾ പുറത്തേക്ക് കടക്കുന്ന കവാടത്തിന് സമീപമായിരുന്നു അപകടം നടന്നത്. ഞായറാഴ്ചയായിരുന്നു അപകടം. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന വൃദ്ധ ദമ്പതികളിലെ വയോധികയ്ക്കാണ് പരിക്കേറ്റത്. സ്കൂട്ടറിൽ വന്ന് പെട്ടിയോട്ട റിക്ഷ ഇടിച്ചായിരുന്നു അപകടം നടന്നത്. നാട്ടുകാർ എത്തി വയോധികയെ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ നിർത്താതെ പോയി. അകക്കണ്ണിൻ്റെ കാഴ്ചയിൽ പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് അംന ഫാത്തിമ എന്ന 7ാം ക്ലാസ്സുകാരി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് SRV UP സ്കൂൾ വിദ്യാർത്ഥിനിയായ അംന ജന്മനാലുള്ള കാഴ്ച പരിമിതിയെ മറികടക്കുന്ന ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. ചന്ദ്രാപിന്നി സ്വദേശി നവാസ് ഷെറീന ദമ്പതികളുടെ 4 മക്കളിൽ ഇളയവളാണ് അംന. ജന്മന വലതുകണ്ണിന് പൂർണ്ണമായും ഇടതുകണ്ണിന് 80% കാഴ്ചശക്തിയില്ല. നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. വിധിക്ക് മുന്നിൽ തളരാൻ പക്ഷേ അംനയ്ക്ക് മനസ്സില്ല. ഒപ്പം രക്ഷിതാക്കൾക്കും. ചെറിയ ക്ലാസ് മുതൽ തന്നെ അംന പഠനത്തിൽ മികവ് കാണിച്ചു തുടങ്ങിയിരുന്നു. അധ്യാപകർ അടുത്തിരുന്ന് പാഠഭാഗങ്ങൾ ഒരു തവണ വായിച്ചു കേൾപ്പിച്ചാൽ മതി. അതിലെ ഏത് ചോദ്യത്തിനും അംന തെറ്റാതെ ഉത്തരം പറയും. പുസ്തകങ്ങൾ കണ്ണിനോട് ചേർത്ത് വെച്ചാൽ പൂർണ്ണമായി വായിക്കാൻ കഴിയുമെന്നായതോടെ അക്ഷരങ്ങളോടും പതിയെ അംന കൂട്ടുകൂടി. പുസ്തകത്തിലും മറ്റും വലിയ അക്ഷരത്തിൽ എഴുതിയാൽ അംന അതെല്ലാം കുറച്ച് സമയമെടുത്തായാലും വായിക്കും. കയ്പമംഗലം കൂരിക്കുഴി GLP സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ്സിലാണ് ചന്ദ്രാപിന്നി SRV UP സ്കൂളിലേക്ക് അംന എത്തുന്നത്. അംനയിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ പ്രധാന അധ്യാപിക ആശയും മറ്റധ്യാപകരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടി. സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ സജീവ സാന്നിധ്യമാണ് ഇപ്പോൾ ഈ മിടുക്കി. ചിത്രരചനയിൽ താല്പര്യമുണ്ടെങ്കിലും പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ വിദ്യാലയത്തിലെ 7ാം തരത്തിൽ പഠിക്കുന്ന കുട്ടിയാണത്, അംന ഫാത്തിമ. നമ്മുടെ വിദ്യാലയത്തിൽ ഈ കുട്ടി എത്തുന്നത് 5ാം തരത്തിലാണ്. പക്ഷേ ഈ കുട്ടിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ
രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്നുള്ളതാണ്. എന്നാൽ പൂർണ്ണമായിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ നിഴൽ മാത്രം, ഒരു കണ്ണിന് മാത്രം ചെറുതായിട്ട് കാണാം എന്നാണ് ആ കുട്ടി പറയുന്നത്. അത് എങ്ങനെ കാണുന്നതൊക്കെ തന്നെ നമ്മൾ പുസ്തകമാണെങ്കിൽ വളരെ ക്ലോസ് ചെയ്ത് കണ്ണിനോട് ചേർത്ത് പിടിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് അത് കാണാൻ പറ്റുള്ളൂ. അത് ഒരു കണ്ണിനാണ് പറയുന്നത്, കണ്ണിന് ചെറിയൊരു നിഴൽ പോലെ. രണ്ട് കണ്ണും മാറ്റി വയ്ക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കണ്ണുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ലാത്തതിനാലാണ് നമ്മൾ കണ്ണ് മാറ്റിക്കൽ സർജറി നടത്താത്തതെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. ഇപ്പോഴും അത് ലഭ്യമാണെങ്കിൽ നമ്മളത് മാറ്റിവെച്ച് അവൾക്ക് കാഴ്ച കിട്ടാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അവളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നന്നായി പാടുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൂടാതെ അവൾ ചിത്രം വരയ്ക്കും. ഇപ്പോൾ ഈ കുട്ടിക്ക് ചിത്രം വരയ്ക്കാന്ന് നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് വരയ്ക്കാമെന്ന്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ നിഴൽ വെച്ചിട്ട് ആ കുട്ടിക്ക് മുഴുവൻ കണ്ടിട്ടൊന്നും അല്ലെങ്കിൽ പോലും അവളുടെ ഭാവനയിലുള്ള ആ ഇത് വെച്ചിട്ടാണ് അവൾ മുഴുവൻ ചിത്രങ്ങളും വരയ്ക്കുന്നത്. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഈ കുട്ടി. അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവമാണ്. പക്ഷേ പഠനത്തിലും ഈ കുട്ടി മുൻപന്തിയിലാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം. പഠനത്തിൽ നമ്മൾ പറഞ്ഞു 5ാം ക്ലാസ്സിൽ വരുമ്പോൾ ഈ കുട്ടി അക്ഷരങ്ങൾ ചിലതൊക്കെ കാണാൻ തിരിച്ചറിയാമെന്നല്ലാതെ മുഴുവനൊന്നും തുടർന്ന് വായിക്കാനുള്ള ശേഷി ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്ന് കുറച്ച് സമയം. കാരണം ഈ കുട്ടി ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കേണ്ട കുട്ടിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് വേണ്ടത് ഒന്നുകിൽ ബ്രെയിലി ലിപി അറിയുന്ന ആരെങ്കിലും വേണം. നമ്മുടെ വിദ്യാലയങ്ങളിലൊന്നും തന്നെ അതില്ല. അതുപോലെ VRCയിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു അധ്യാപനം കിട്ടാനില്ല. അപ്പോൾ മറ്റുള്ള സ്കൂളുകളിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത് ഈ കുട്ടീനെ സംബന്ധിച്ചത് ചെറിയ കുട്ടിയായതുകൊണ്ട് മറ്റുള്ള വിദ്യാലയങ്ങൾ ദൂരെയാണ്. അപ്പോൾ അവിടെ പോയി അവിടെ നിർത്തി പഠിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് സമ്മതമല്ല. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തുന്നത്. ഇക്കഴിഞ്ഞ പാലക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും അംന A ഗ്രേഡും സ്വന്തമാക്കി. ഭാവിയിൽ മികച്ചൊരു ഗായികയാകണമെന്നാണ് അംനയുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തൃശ്ശൂരിലെ സംസ്ഥാന മ്യൂസിയം മൃഗശാലയിൽ ആൺകടുവയെ കൂട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തി. ഋഷിരാജ് എന്ന ആൺകടുവയാണ് ചത്തത്. 3 മാസത്തോളമായി കടുവയ്ക്ക് പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു. തീർത്തും ചലനശേഷിയില്ലാതായ കടുവയ്ക്ക് നേരിട്ട് വായിൽ ഭക്ഷണം വെച്ചുകൊടുത്ത് ഫീഡിംഗ് നടത്തുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടെ ഭക്ഷണം കഴിക്കാതായ കടുവ രാത്രിയോടെ മരണപ്പെട്ടു. 2015 വയനാട് കാട്ടിക്കുളത്ത് വെച്ച് സുൽത്താൻ ബത്തേരി റേഞ്ചിൽ നിന്ന് പിടികൂടിയ കടുവയാണ് ഋഷിരാജ്. അന്ന് ഏകദേശം 15 വയസ്സ് പ്രായമുണ്ടായിരുന്ന കടുവയ്ക്ക് ഇപ്പോൾ 25 വയസ്സോളം പ്രായമുണ്ട്. രാത്രി 9 മണിയോടെയാണ് കടുവയെ കൂട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തൃശ്ശൂർ മൃഗശാലയിൽ ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഋഷിരാജ് എന്ന കടുവ മരണപ്പെടുകയുണ്ടായി. മരണപ്പെടുമ്പോൾ അതിന് പ്രായം ഏകദേശം 25 വയസ്സോളമാണ് ഉണ്ടായിരുന്നത്. 14/7/2015 കാട്ടിക്കുളം, വയനാട്ടിലെ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് വെച്ച് പിടികൂടിയ കടുവയായിരുന്നു ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷം അതിന് ശേഷം കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഉദ്ദേശം 25 വർഷം അതിന് പ്രായമുണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുമായി അത് കുറച്ചു കാലം സന്ദർശകരെ കാണിക്കാതെ മാറ്റി മറ്റൊരു കൂട്ടിൽ അതിന് വേണ്ട ചികിത്സ ഏർപ്പെടുത്തി വരികയായിരുന്നു. അവസാന ദിവസങ്ങളിൽ ശരീരമൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ നൽകുന്ന രീതിയിലായിരുന്നു അതിൻ്റെ കീപ്പർ അതിനെ പരിചരിച്ചത്. കടുവയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കേണ്ട അവസ്ഥയും അതുപോലെ വെള്ളം സിറിഞ്ചിലും അതുപോലെ ചെറിയ ട്യൂബിലുമാക്കിയാണ് അതിന് അവസാന നാളുകളിൽ കൊടുത്തത്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മറ്റ് നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. അമ്പലപ്പാറ മേലൂർ സുബ്രഹ്മണ്യൻ കോവിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടന്നു. മേലൂർ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു വിളക്കുത്സവം. ആനകളുടെ തോഴനാണ് ആദർശ്. കൊമ്പന്മാരെ കാണാനും ചങ്ങാത്തം കൂടാനും ഏറെ ഇഷ്ടപ്പെടുന്നു ബാല്യം. പറവൂർ പാലിയത്തുരുത്ത് സ്വദേശിയായ ഈ 7ാം ക്ലാസ്സുകാരന് പരിചയമില്ലാത്ത കരിവീരന്മാരില്ല. കേരളത്തിലെ ഒട്ടുമിക്ക ആനകളുടെയും പേര് ആദർശിന് മനപ്പാടമാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദർശിൻ്റെ മനസ്സിൽ ആനക്കമ്പം എങ്ങനെയോ വേരുപിടിക്കുന്നത്. അന്നു മുതൽ ഇങ്ങോട്ട് ഉത്സവപ്പറമ്പുകളിലെ സ്ഥിരം കാണിയാണ് ഈ 12 വയസ്സുകാരൻ. തൃശ്ശൂർ പൂരം ഉൾപ്പെടെ കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം ആദർശ് ഇതിനകം കണ്ടു കഴിഞ്ഞു. ഏകദേശം 100 അത്ര.
തെച്ചിക്കോട്ടാവ് രാമേന്ദ്രൻ, തെച്ചിക്കോട്ടാവ് ദേവിദാസൻ, ഊട്ടോളി അനന്തൻ, ഊട്ടോളി പ്രസാദ്, ഊട്ടോളി മഹാദേവൻ, ഊട്ടോളി ചന്തു, ഊട്ടോളി ഗജേന്ദ്രൻ, ഊട്ടോളി രാമൻ, ഊട്ടോളി അനന്തൻ, മംഗലാവുന്ന് കർണൻ, മംഗലാവുന്ന് ശരണൈവൻ, മംഗലാവുന്ന് ഗണപതി, മംഗലാവുന്ന് ഉമാമേശ്വരൻ. എത്ര നാളായി ആനയോടുള്ള ഇഷ്ടം തുടങ്ങിയിട്ട്? എത്ര നാളായി? ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം ആനയായിട്ട് കമ്പനിയായി. അന്ന് ഞാൻ ഊട്ടോളി രാമൻ എന്ന് പറഞ്ഞ ഒരു ആനയായിട്ടാണ് ആദ്യം പോയത് കണ്ടത്. പിന്നീട് എല്ലാ ആനകളെയും പാപ്പാമാരായിട്ടൊക്കെ കമ്പനിയായി. പിന്നെ എന്താണ് ആന ഇഷ്ടപ്പെടാനുള്ള കാരണം? എൻ്റെ പണ്ടേ തൊട്ടുള്ള ആഗ്രഹം ആനയെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. വീട്ടുകാരൊക്കെ ഇതിന് എതിർപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഉത്സവങ്ങൾക്കൊക്കെ പോകാറുണ്ടോ? മിക്ക ഉത്സവങ്ങൾക്കും പോകാറുണ്ട്. സമീപ പ്രദേശത്ത് എവിടെ ആന എത്തിയാലും ആദർശ് അവിടെ ഉണ്ടാകും. പറ്റാവുന്നിടത്തൊക്കെ തൻ്റെ സൈക്കിളിലാണ് ആദർശ് ചെന്നെത്തുന്നത്. ആനയോളം വലിപ്പമുള്ളൊരു ആഗ്രഹം തൻ്റെ കുഞ്ഞുമനസ്സിൽ നട്ടുവളർത്തുന്നുണ്ട് ഈ ബാലൻ. എന്താണ് ആഗ്രഹം? ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഏതെങ്കിലും ആന കാണണമെന്നോ? എനിക്കൊരു ആനനെ മേടിക്കണമെന്ന് ആഗ്രഹം. ആന സ്വന്തമായിട്ട് മേടിക്കണമെന്നാണ്. അപ്പൊ അതിനെങ്ങനെ ആനെങ്ങനെ വാങ്ങും? പഠിച്ചിട്ട് ജോലി പഠിച്ചിട്ട് ആന മേടിക്കണം. വലുതാകുമ്പോൾ ഒരാനയെ സ്വന്തമാക്കണം. അതിനായി പഠിച്ച് ജോലി നേടണം. ഈ മോഹത്തിൻ്റെ കൈപിടിച്ച് ലക്ഷ്യം തേടി നടക്കുകയാണ് ആദർശ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഇനി വാർത്തയിൽ മാറ്റിൽ കാണാം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റ് പുരോഗമിച്ചു വരികയാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ക്യാപ്റ്റനില്ലാതെ ഇറങ്ങിയ ഇന്ത്യക്ക് 2ാം ടെസ്റ്റിൽ ജയിക്കാനാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ആദ്യത്തെ കളിയിൽ തന്നെ അവർ പരാജയപ്പെട്ടു ഇന്ത്യ. പക്ഷേ ഇത്തവണ മുന്നേറി വന്നിട്ട് അവർ സമനിലയെങ്കിലും പിടിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇന്ത്യ കഴിഞ്ഞ ടെസ്റ്റ് സൗത്ത് ആഫ്രിക്കയായിട്ട് തോറ്റു. അപ്പോൾ ഇന്നലെ മുതൽ സെക്കൻഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളിച്ച് ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സമനിലയാക്കുമോ പരമ്പര? സമനില നമ്മൾ ജയിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF പാലക്കാട് ജില്ലയിൽ മികച്ച മുന്നേറ്റം നടത്തുമെന്ന് CPM ജില്ലാ സെക്രട്ടറി അംഗം MR മുരളി. സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഷൊർണൂരിൽ ഭരണ തുടർച്ച ഉറപ്പെന്നും MR മുരളി. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ പാലക്കാട് ജില്ലയിൽ അവശേഷിക്കുന്നത് 10,161 സ്ഥാനാർത്ഥികൾ. പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ചിലയിടത്ത് മുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രികയും തള്ളി. പിൻവലിക്കാനുള്ള സമയം തിങ്കളാഴ്ച പിന്നിടുന്നതോടെ അന്തിമ ചിത്രം വ്യക്തമാകും. ഇന്നിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന് എഴുത്തുകാരൻ PR നാഥൻ. നാളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിൽ അർത്ഥമില്ല. കുളപ്പുള്ളിയിൽ സത്യസായി 100ാം ജയന്തി ആഘോഷം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പിന്നോക്ക വിഭാഗങ്ങളെ എന്നും ചൂഷണം ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് കേരള ബാണൻ സമുദായം സംസ്ഥാന പ്രസിഡന്റ് PN സുകുമാരൻ. ആനുകൂല്യങ്ങൾക്കായി യോജിച്ച പോരാട്ടം അനിവാര്യം. പാലക്കാട്ടെ AKPS കൺവെൻഷൻ. ഓർമ്മയിൽ മേഘനാഥൻ. 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് അശോകപുരത്ത് നടന്ന അനുസ്മരണം വൈകാരിക വേദിയായി. ഭാവന മുത്തപ്പൻകാവ് ഏർപ്പെടുത്തിയ പ്രഥമ മേഘനാഥൻ അവാർഡുകൾ സമർപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.